ജിത്തുവിന് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ടെങ്കിലും ചുരുക്കം ചില സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം എടുത്തു പറയാനാണെങ്കിൽ ഓർഡിനറിയിൽ ജിത്തു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അതിനുശേഷം പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കഴിഞ്ഞിട്ടാണ് നായാട്ട് എന്നുള്ള സിനിമയിൽ ജിത്തു അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് വീണ്ടും ഒരു സിനിമ ചെയ്യണം. നായാട്ടിന് ശേഷം ഒരു ഷാഹിയുടെ സ്ക്രിപ്റ്റിങ്ങിൽ ജിത്തുവിൻ്റെ ഡയറക്ഷനിൽ മാർട്ടിനും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും അത് നിരന്തരമായി ഞാൻ നിർബന്ധിക്കുകയും കൂടി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്നതാണ്. പക്ഷേ ഇവരെല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതൊക്കെ രീതിയിൽ അവർ ചെയ്ത മുൻകാല സിനിമകളിൽ നിന്നും ആ സിനിമയിൽ കഥാപാത്രം വ്യത്യസ്തമാകും എന്നുള്ളൊരു വാശി എന്നെക്കാളും കൂടുതൽ വേണം എന്നുള്ളൊരു വാശി അല്ലെങ്കിൽ ആഗ്രഹം അവർക്ക് എന്നെക്കാളും കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം അതിൻ്റെ ഒരു ആകത്തുകയായിട്ടാണ് ഹരിശങ്കറും യോഗസുരൻ ഡ്യൂട്ടിയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതിൽ ജിത്തു എന്ന ഡയറക്ടറെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുകയും അത് നേടിയെടുക്കാൻ വേണ്ടി അത് ആ ആക്ടറിൽ നിന്നും അല്ലെങ്കിൽ ആ ടെക്നീഷ്യനിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ട് ഒടുക്കത്തെ ക്ഷമയുള്ള ഒരാളാണ്. പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെന്നോ അല്ലെങ്കിൽ പുതിയ ആളെന്നോ ഏറ്റവും നവാഗതനായിട്ടുള്ള ആളെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരിൽ നിന്നും എങ്ങനത്തെ രീതിയിലുള്ള ഔട്ട്പുട്ട് വേണമെന്നുള്ളത് അവരോട് ചെന്ന് പേഴ്സണലി പറഞ്ഞ് മനസ്സിലാക്കി എത്ര ടേക്കുകൾ വരെ പോകാനായിട്ടാണെങ്കിലും ആ ഒരു ക്ഷമയും ആ ഒരു എന്താ പറയുക ഒരു ഡ്രൈവും ജിത്തുവിനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും ഈ സിനിമയിൽ നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ക്രൈം ഡ്രാമ എന്നുള്ളൊരു ജെൻസിലാണ് ഈ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റിഗേഷനും അതേപോലെ തന്നെ ത്രില്ലർ ഫാക്ടേഴ്സും സപ്പോർട്ടിങ് ഘടകങ്ങളാണ് എന്നതുള്ളേ ഉള്ളൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതൊരു ക്രൈം ഡ്രാമ, കുറച്ചുകൂടി ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു ക്രൈം ഡ്രാമ പോലീസ് സ്റ്റോറി എന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനും കൂടെ ബാധകമാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം തുടങ്ങിയതിന് ശേഷം ഈ ഒരു 2 മാസ കാലയളവിനുള്ളിൽ തന്നെ നമുക്കറിയാം പല പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ടുവരുന്നതാണ്. ഇപ്പം ജയിലിൽ നിന്നും പരോളിൽ ഇറങ്ങി വന്ന് അയൽവാസി കുത്തി കൊല്ലുക, അല്ലെങ്കിൽ അച്ഛൻ മകനെ കൊല്ലുക, മകൻ അച്ഛനെ കൊല്ലുക, അങ്ങനെ നമുക്ക് ഒരു പരിധിവരെ മലയാളി സമൂഹത്തിന് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല വിഷയങ്ങളും ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ മൂല കാരണം എന്താണ് എന്നുള്ളതും അത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനെ ബാധിക്കുന്നത് എന്നുള്ളതും ഈ സിനിമയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതൊരു പ്രീച്ചിങ് രീതിയിലല്ല, കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദം കൂടെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഹരിശങ്കറുടെ കാര്യത്തിലാണെങ്കിൽ ഇയാളൊരു പോലീസ് ഓഫീസർ മാത്രമല്ല, അയാൾ ഒരു അച്ഛനും കൂടെയാണ് എന്ന് പറയുന്ന ഒരു സംഭാഷണം കൂടി ഈ സിനിമയിലുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഈ സിനിമയിൽ ആപ്റ്റ് ആണെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടവരാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ആ ഒരു ഇമോഷനും അതേപോലെ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഈ ആ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാന ഘടകം ഇമോഷണലി ഡ്രിവൺ ആയിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന പല കാര്യങ്ങളിലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും കൂടെ ഈ സിനിമയെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്.